സൂസന്നെ കാണാൻ ഞാൻ 4-5 തവണ സെൻട്രൽ ജയിലിൽ വന്നിരുന്നു. പക്ഷെ അപ്പോഴൊന്നും സൂസന്നെ എന്നെ കാണാൻ സമ്മതിച്ചില്ല. സാരമില്ല, ഇനി എപ്പോഴും ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും. എന്നെ എപ്പോ കണ്ടാലും ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണാൻ സമ്മതിക്കാഞ്ഞത്. ഇനി ആ ചോദ്യം ഉത്തരമില്ലാതെ തന്നെ അവശേഷിക്കട്ടെ. സൂസന്നെ ഇല്ലാതെയുള്ള എന്റെ ഏകാന്തമായ 10-11 വർഷം എനിക്കൊരുപാട് ഉത്തരങ്ങൾ തന്നു കഴിഞ്ഞു. അല്ല, രാജേട്ടൻ എല്ലാം അറിയണം. അല്ലെങ്കിൽ എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിച്ച രാജേട്ടനോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാവും അത്. വേണ്ട സൂസന്ന, എനിക്കൊന്നും അറിയണ്ട. ഇനി എനിക്ക് എന്റെ സൂസനെ തിരിച്ചു കിട്ടിയാ മതി. പോരാ, രാജേട്ടൻ എല്ലാം അറിയണം. ഞാൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുൻപ് രാജേട്ടൻ അറിയാത്ത ഒരു രഹസ്യവും എനിക്കുണ്ടാവാൻ പാടില്ല. രാജേട്ടനെയും മോളെയും പിരിഞ്ഞുള്ള ജയിലിലെ ഏകാന്തതയിൽ 7-8 വർഷങ്ങൾ കരഞ്ഞു തീർത്ത പക്വതയിൽ നിന്നോ അറിവിൽ നിന്നോ ആവാം ഒരിക്കലും രാജേട്ടൻ അറിയരുതെന്ന് ഞാൻ കരുതിയ കുറെ സത്യങ്ങൾ എഴുതി വയ്ക്കാൻ എനിക്ക് ധൈര്യമുണ്ടായത്. സത്യത്തിൽ എന്റെ ജീവിതത്തിൽ രാജേട്ടനിൽ നിന്ന് ഒളിച്ചു വെച്ചിരുന്ന ആർക്കും അറിവില്ലാത്ത ഒരു അധ്യായം എനിക്കുണ്ടായിരുന്നു. സ്നേഹമെന്ന പദത്തിന്റെ എല്ലാ വിശുദ്ധിയോടും കൂടി ഞാനും സണ്ണിയുമായുള്ള ഒരു അധ്യായം. ഒരു പ്രാരാബ്ധം മറ്റൊരു പ്രാരാബ്ധത്തെ സ്നേഹിക്കുന്നു, അല്ലേ? സത്യത്തിൽ ഇന്നലെ സൂസന്നയുടെ വീട് കണ്ടപ്പോ എനിക്ക് എന്റെ വീടാണ് ഓർമ്മ വന്നത്. എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് കഴിയുന്ന പ്രായം ചെന്ന അമ്മയും എന്നിലൂടെ മാത്രം ഭാവി സ്വപ്നം കണ്ട് കഴിയുന്ന 3 പെങ്ങന്മാരും. ഒരു ജൂനിയർ ഡോക്ടറുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം ആ വീട് പുലരാൻ. നമ്മുടെ ആഗ്രഹം നടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. സാരമില്ല, മറക്കാനും പൊറുക്കാനും കഴിയാത്ത ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല. പരസ്പരം സ്നേഹിച്ചു പോയി, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു പോയി, അത്രയല്ലേ ഉള്ളൂ. എന്റെ മനസ്സിൽ എന്നും സണ്ണിയെക്കുറിച്ച് നല്ല ഓർമ്മകളെ ഉണ്ടാവൂ. പൈങ്കിളി കഥകളിൽ വായിച്ചു മടുത്ത് കുടുംബ പ്രാരാബ്ധം പറഞ്ഞൊഴിഞ്ഞു മാറുന്ന നട്ടല്ലില്ലാത്ത ഒരു പ്രണയക്കോലമാണ് ഞാനെന്ന് എനിക്കറിയാം. ഒരുപാടൊക്കെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട്. പിന്നെ ഇതുപോലെ ഒറ്റയ്ക്ക് ഒരിക്കലും ഞങ്ങൾ കണ്ടിരുന്നില്ല. അഥവാ വല്ലപ്പോഴും ഹോസ്പിറ്റലിലെ ഇടനാഴികളിലോ വഴിയിലോ ഒക്കെ അവിചാരിതമായി കണ്ടുമുട്ടിയാൽ ഒരു നോട്ടം, ഒരു മന്ദഹാസം, അത്രമാത്രം. ആ ഇടയ്ക്കാണ് റോഡിൽ വെച്ച് ആകസ്മികമായി രാജേട്ടൻ എന്നെ കണ്ടുമുട്ടുന്നത്. രാജേട്ടൻ എന്നോട് വഴിയിൽ വെച്ച് 1-2 തവണ സംസാരിക്കാൻ ശ്രമിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ രാജേട്ടന്റെ എല്ലാ സ്വഭാവങ്ങളും അറിയാമായിരുന്ന സണ്ണി എന്നെക്കുറിച്ച് വല്ലാതെ ഭയന്നിരുന്നു. മേജർ ആശേർ നമ്പ്യാർ എനിക്കൊരു സുഹൃത്ത് എന്നതിലുപരി സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ്. പക്ഷേ സൂക്ഷിക്കണം. എന്തെങ്കിലും ചോദിച്ചാൽ ഉടക്കാനൊന്നും പോകണ്ട, വല്ലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയേക്കണം. അല്ലെങ്കിൽ അയാൾ വീണ്ടും ശല്യം ചെയ്യും. അതാ സ്വഭാവം. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. പക്ഷേ പിന്നീട് രാജേട്ടൻ സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ സണ്ണി തന്നെയാണ് രാജേട്ടനെ വിവാഹം കഴിക്കാൻ എന്നെ വളരെയധികം നിർബന്ധിച്ചതും. എനിക്കിപ്പോ പഴയ കാമുകയുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്ന ഒരു കാമുകന്റെ അവസ്ഥ മാത്രമല്ല, ഒരു മൂത്ത ആങ്ങളയുടെയോ ഒരു അച്ഛന്റെയോ ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും പോലെയാ സൂസന്നയ്ക്കൊരു നല്ല ജീവിതം. അത് മാത്രം കണ്ടാൽ മതി എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ മറിച്ച് പറയുന്നത്, ഈ കല്യാണത്തിന് സൂസന്നെ സമ്മതിക്കണം. രാജേട്ടന്റെ പാസ്റ്റ് അഴുക്ക് ചാലുകൾ നിറഞ്ഞതായിരിക്കാം, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് രാജേട്ടൻ സൂസന്നെ ഇഷ്ടപ്പെടുന്നത്. സൂസന്നെ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ
സൂസന്ന മാത്രമല്ല, സൂസന്നയുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. ഞാനാ പറയുന്നത്, ഇതിന് സമ്മതിക്കണം. ഈ മൗനം സമ്മതമായി ഞാൻ കണക്കാക്കിക്കോട്ടെ. നീ ഒന്ന് രക്ഷപ്പെട്ട് കാണാനുള്ള കൊതി കൊണ്ടാ മോളെ. രാജേട്ടനോട് ഞാൻ സൂസന്നെ സമ്മതിച്ചു എന്ന് പറയാൻ പോവുക. അങ്ങനെ സണ്ണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചതെങ്കിലും ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ രാജേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യകാലങ്ങളിലെ സന്തോഷകരമായ നമ്മുടെ ജീവിതം കണ്ട് നമ്മളെക്കാൾ സന്തോഷിച്ചിരുന്നതും സണ്ണിയാണ്. രാജേട്ടൻ വളരെ സന്തോഷവാനാണ്. സൂസന്നയ്ക്കും സന്തോഷമാണെന്ന് എനിക്കറിയാം. ആൻഡ് ഐ എം ഓൾസോ ഹാപ്പി. സണ്ണിയുടെ ഈ വലിയ മനസ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല. സണ്ണിയും വേഗം ഒരു വിവാഹം കഴിക്കണം. എങ്കിലേ പൂർണ്ണമായ ഒരു സന്തോഷം എനിക്കുണ്ടാവൂ. പിന്നെ സണ്ണി ഇതുപോലെ ഒരിക്കൽ പോലും പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ തുനിഞ്ഞിരുന്നില്ല. പക്ഷേ നമ്മുടെ കുടുംബജീവിതത്തിൽ അപശ്രുതികളും സംശയങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും രാജേട്ടൻ തന്നെ സണ്ണിയോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ നമ്മളെക്കാൾ വേദനിച്ചതും സണ്ണി തന്നെയായിരുന്നു. സണ്ണി അപ്പോഴൊക്കെ നമ്മുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ എന്നെ സാന്ത്വനപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇതൊരു തരം ഭ്രാന്താണ്. സ്വന്തം ഭൂതകാലം വെച്ച് ഭാര്യയെ അളക്കുന്നവർക്ക് സംഭവിക്കുന്ന ഭ്രാന്ത്. സാരമില്ല, ഇതൊക്കെ മാറും സൂസന്ന. എല്ലാം സ്വയം ബോധ്യപ്പെടും. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സഹിക്കണം, എല്ലാം പൊറുക്കണം. രാജേട്ടനിലൂടെ സൂസന്ന മാത്രമല്ല, ഒരു കുടുംബം മുഴുവനാണ് രക്ഷപ്പെട്ടത്. പിടിച്ചു നിൽക്കണം. രാജേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം. എല്ലാം ശരിയാവും സൂസന്ന, ശരിയാവും. എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് രാജേട്ടൻ നമുക്ക് പരസ്പരം പിരിയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. അമ്മയ്ക്ക് സുഖമില്ലാതെ രാജേട്ടൻ നാട്ടിലേക്കും പോയതോടുകൂടി ഞാൻ ഈ ലോകത്താകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഒരിക്കലും ഇനി വെളിച്ചം കാണരുതെന്ന് ആഗ്രഹിച്ച് ഞാൻ കിടന്നു. പക്ഷേ ഒരു ഞെട്ടലോടെ വീണ്ടും ഞാൻ വെളിച്ചം കണ്ടു. സ്ഥലകാല ബോധം വീണ്ടും കിട്ടിയപ്പോൾ മനസ്സിലായി ഞാൻ ഏതോ ഹോസ്പിറ്റലിൽ എത്തിക്കപ്പെട്ടുവെന്ന്. She is all right now. I think she can be discharged today evening itself. Sir. ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോകാം കേട്ടോ. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ റൂമിലുണ്ടാവും. जी साहब. സൂസന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കുളിച്ച് ഫ്രഷ് ആവണം. ആഹാരം നല്ലതുപോലെ കഴിക്കണം, എന്നാലേ ക്ഷീണം മാറും. പൗലോസ് ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ രാത്രിയിലെ റൗണ്ട്സ് കഴിഞ്ഞ് ഇതുവഴി വരാം. जी साहब. സത്യത്തിൽ എനിക്ക് സണ്ണിയോട് ഒടുങ്ങാത്ത പകയാണ് തോന്നിയത്. എല്ലാം അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടും സണ്ണി വീണ്ടും എന്നെ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് വീണ്ടും ഉത്തരം കണ്ടെത്താൻ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. മാം സാബ് കുളിയൊക്കെ കഴിഞ്ഞു, ആഹാരവും കഴിച്ചു, സമാധാനമായി. സാബ് വീട്ടിൽ പോയിട്ട് 2 ദിവസമായി. ഞാൻ പോയിട്ടൊന്ന് കുളിയും നനയെല്ലാം കഴിഞ്ഞിട്ട് വരാം.
സൂസന്നയോട് എല്ലാം സാവധാനത്തിൽ സംസാരിക്കാമെന്ന് കരുതി. ഇത്രയും വേണ്ടിയിരുന്നോ സൂസന്ന? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഞാനൊന്ന് ഒഴിവായി കിട്ടാൻ എന്ത് വില തരണമെന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിച്ച ഭർത്താവിന്റെ കാല് പിടിച്ച് കെഞ്ചണോ? വേറൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ? എന്റെ രക്ഷിതാവോ? ഇനി എന്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ആത്മഹത്യ തന്നെയാണ്. നിങ്ങൾ എന്നെ എത്ര പ്രാവശ്യം രക്ഷിക്കും? എല്ലാം തെറ്റിപ്പോയി സൂസന്ന. എന്റെ എല്ലാ പ്രാരാബ്ദങ്ങളും മറന്ന് ഞാൻ സൂസന്നെ സ്വീകരിക്കണമായിരുന്നു. അതായിരുന്നു ശരി. നിങ്ങളുടെ ശരികളും തെറ്റുകളും ഇനി എന്നോട് പറയണ്ട. ആദ്യം എന്നെ മോഹിപ്പിച്ചിട്ട് കുടുംബ പ്രാരാബ്ദം പറഞ്ഞ് സ്വയം പിന്തിരിഞ്ഞു. ഞാൻ ആഗ്രഹിക്കുകയോ സ്നേഹിക്കുകയോ അല്ല, വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചു. ഇപ്പോൾ അയാൾക്കും വേണ്ടതായപ്പോൾ ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ അതിനെ സമ്മതിക്കില്ല? നോ, ഞാനത് അനുവദിക്കില്ല. എല്ലാ തെറ്റും എന്റേതാണ്. ആ തെറ്റ് എന്നേക്കുമായി തിരുത്താൻ ഞാൻ തയ്യാറുമാണ്. രാജേട്ടനോടെല്ലാം തുറന്നു പറഞ്ഞ് സൂസന്നെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. നോ, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളെ സ്നേഹിക്കാനും മറക്കാനും ഒക്കെ കീ കൊടുത്ത തുള്ളുന്ന പാവയല്ല ഞാൻ. എനിക്ക് മടുത്തു, എല്ലാം മടുത്തു. എനിക്ക് മരിക്കണം, ഞാൻ മരിക്കും. ഇല്ല സൂസന്ന, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് എന്റെ സൂസന്നെ തിരിച്ചു വേണം. എന്നും സൂസന്നെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നും സൂസന്നയുടെ നല്ലതിനു വേണ്ടിയേ ഞാൻ എന്തും ചെയ്തിട്ടുള്ളൂ. പക്ഷെ എല്ലാം തെറ്റിപ്പോയി. ആ തെറ്റ് ഞാൻ തിരുത്തുന്നു. ഐ വോണ്ട് യു. I don't want to lose you again. Susanna, Susanna, please. No, Susanna. Susanna. No. എനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല. രാജേട്ടൻ സൂസന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ നിമിഷം വരെയുള്ളത് മുഴുവൻ രാജേട്ടനോട് തുറന്നു പറഞ്ഞ് സൂസന്നെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. രാജേട്ടൻ വന്നാലുടനെ ഞാൻ വരാം. എല്ലാം തുറന്നു പറയാൻ എന്റെ മനസ്സിനെ ഞാൻ പഠിപ്പിച്ചു. രാജേട്ടന്റെ വരവിനായി ഞാനും സണ്ണിയും കാത്തിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാത്രി രാജേട്ടൻ വന്നു. ഞാൻ എല്ലാം തുറന്നു പറയാൻ തുടങ്ങുമ്പോഴേക്കും രാജേട്ടൻ എന്നെ ഒന്നും പറയാൻ സമ്മതിച്ചില്ല. രാജേട്ടന് പറയാനുണ്ടായിരുന്നത് മുഴുവൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. എന്നെപ്പോലെ തന്നെ സണ്ണിയുടെ ധൈര്യവും ചോർന്നു. പക്ഷേ പിന്നീടുള്ള ഓരോ നിമിഷവും എന്റെ കുറ്റബോധം എന്നെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും രാജേട്ടനോടെല്ലാം തുറന്നു പറയാൻ സണ്ണിയെ നിർബന്ധിച്ചു. രാജേട്ടനെ വഞ്ചിച്ചുകൊണ്ടുള്ള ഈ ഓരോ നിമിഷവും ഞാൻ നേരുകയാണ്. നമുക്കെല്ലാം തുറന്നു പറയാം. വഞ്ചനയല്ല എന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ രാജേട്ടന്റെ നിലപാട് ഇങ്ങനെ മാറുമെന്ന് നമ്മൾ രണ്ടാളും കരുതിയതല്ല. ഞാൻ ചെയ്ത ഒരു തെറ്റ് തിരുത്താൻ ഒരു വലിയ തെറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി എല്ലാ തെറ്റുകളും തിരുത്താൻ
മറ്റൊരു വലിയ തെറ്റുകൂടി ചെയ്തേ ഒക്കൂ. ഒരു ദുസ്വപ്നം പോലെ നടന്നതെല്ലാം മറക്കണം. അല്ലെങ്കിൽ സൂസന്നയുമായി പുതിയൊരു ജീവിതം സ്വപ്നം കാണുന്ന രാജേട്ടൻ തകർന്നു പോവും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട്. ഞാനൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടും. അത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൂസന്നയുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും ഞാൻ വരില്ല. That will be the end of everything. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിയാൻ സണ്ണി മനഃപൂർവ്വം ട്രാൻസ്ഫർ വാങ്ങുകയായിരുന്നു. സണ്ണിയുടെ സെൻഡ് ഓഫ് പാർട്ടി രാജേട്ടൻ നടത്തിയ ദിവസം ഞാൻ ഗർഭിണിയാണെന്ന് രാജേട്ടൻ പറയുമ്പോൾ മാത്രമാണ് സണ്ണിയും അതറിയുന്നത്. സണ്ണിയുടെ ജീവനാണ് എന്റെ ഉദരത്തിൽ വളരുന്നതെന്ന കുറ്റബോധം സണ്ണിയെ എന്നെയും ആകെ തളർത്തിയിരുന്നു. എനിക്ക് ഈ ട്രാൻസ്ഫർ കിട്ടിയത് ഇപ്പൊ എന്തുകൊണ്ടും ഭാഗ്യമായി. ഇനി നമ്മൾ തമ്മിൽ ഈ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല. കാണാതിരിക്കട്ടെ, അല്ലേ? സൂസന്നയുടെ കുട്ടി രാജേട്ടന്റെ കുട്ടി തന്നെയാണെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കണം. നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കും. ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എല്ലാറ്റിനും എന്നോട് ക്ഷമിക്കണം മോളെ. പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. കാണരുതേ എന്ന് മാത്രമേ എന്റെ മനസ്സ് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സണ്ണിയുടെ കല്യാണത്തിന് വരാതെ ഒഴിഞ്ഞു മാറിയതും പിന്നീട് ഡെയ്സിയുടെയും മോളുടെയും മരണം അറിഞ്ഞിട്ട് പോലും കൂടെ വരാതിരുന്നതും. പക്ഷേ നമ്മൾ അന്ന് കോവളത്ത് വെച്ച് അവിചാരിതമായി സണ്ണിയെ വീണ്ടും കണ്ടു. സണ്ണിയും കല്യാണം കഴിച്ച് കുടുംബവുമായി സന്തോഷമായി കഴിയുന്നുവെന്ന് കണ്ടപ്പോ എന്റെ മനസ്സാകെ ഒന്ന് തണുത്തു തുടങ്ങി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ രാജേട്ടൻ നടക്കാൻ പോയ സമയം മോൾ ഒറ്റയ്ക്ക് മുറിയുടെ പുറത്ത് കളിച്ചുകൊണ്ടിരുന്നു. ഡെയ്സിയും കുഞ്ഞും ഉണർന്നിരുന്നുമില്ല. I didn't mean it. അറിയാതെ സംഭവിച്ചു പോയതാണ്. I'm sorry. സത്യത്തിൽ മോളെ സണ്ണിൽ ആളിക്കുന്നത് കണ്ടപ്പോൾ അയാൾ മനഃപൂർവ്വം മോളുടെ മേൽ സ്വന്തം പിതൃത്വം സ്ഥാപിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അയാളോട് വെറുപ്പും വിദ്വേഷവും തോന്നി. എന്റെ മനസ്സിൽ എന്റെ രാജേട്ടനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒന്നിനെക്കുറിച്ചും ഒന്നും പറയാൻ സണ്ണിയോ ഞാനോ പരസ്പരം തുനിഞ്ഞതുമില്ല. അന്ന് വീണ്ടും പിരിഞ്ഞപ്പോൾ സമാധാനമേ തോന്നിയുള്ളൂ. പക്ഷേ ഡെയ്സിയും കുട്ടിയും മരിച്ചുവെന്നറിഞ്ഞപ്പോൾ വേദനയേക്കാൾ എനിക്ക് ഭയമാണ് തോന്നിയത്. ആ ഭയം അസ്ഥാനത്തായിരുന്നില്ല. ഞാൻ ഭയന്നിരുന്നത് പോലെ തന്നെ സണ്ണി വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വന്നു. ആ വരവാണ് നമ്മുടെ ജീവിതം ആകെ തകിടം മറിച്ചത്. രാജേട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ സണ്ണിയുടെ രൂപം ആകെ മാറി. നിൽക്ക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനുവേണ്ടി മാത്രമാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു വന്നത്. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ ഡെയ്സി, എന്റെ മോള്, എന്റെ ജോലി, എല്ലാം. ഇനി ആകെ ഈ ലോകത്ത് എന്റേതെന്ന് അവകാശപ്പെടാൻ എനിക്കുള്ളത് നമ്മുടെ മോള. അവളെ എനിക്ക് വേണം. നിങ്ങളുടെ മകളോ? ഞാൻ കേണൽ രാജശേഖരൻ നമ്പ്യാരുടെ ഭാര്യയാണ്. സ്മിത രാജശേഖരൻ നമ്പ്യാരുടെ മകളാണ്. അവളെ അവകാശപ്പെടാൻ നിങ്ങളാരാ? സൂസന്ന രാജശേഖരൻ കേണൽ രാജശേഖരൻ നമ്പ്യാരുടെ ഭാര്യയാണെന്നുള്ളത്
പരമമായ സത്യം. പക്ഷേ രണ്ടാമത് പറഞ്ഞത് പച്ചക്കള്ളം. സത്യം നിനക്കും എനിക്കും മാത്രം അറിയാം. അതുകൊണ്ടാ ഞാൻ അവളെ അവകാശപ്പെടുന്നത്. ഞാൻ അവളുടെ തന്ത. അങ്ങനെയല്ല എന്നെന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങാ? പ്ലീസ്, ഒരപേക്ഷയേ ഉള്ളൂ. നിങ്ങളായി തന്ന ജീവിതം നിങ്ങളായി തന്നെ നശിപ്പിക്കരുത്. ജീവിതത്തിൽ സ്വാർത്ഥനായിരുന്നെങ്കിൽ നീ എന്നെ എന്റേത് മാത്രമാകുമായിരുന്നു. എന്റെ കുടുംബത്തിന് വേണ്ടി നിന്നെ ആദ്യം ഞാൻ ത്യജിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടിയപ്പോഴും സുഹൃത്തിന്റെ ജീവിതം തകരാതിരിക്കാൻ വേദനയോടെ മനഃപൂർവ്വം മറന്നു. പണ്ട് സംഭവിച്ചു പോയൊരബദ്ധം ഇന്നെല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ആകെയുള്ളൊരാശ്വാസമായി. എനിക്കെന്റെ മോളെ വേണം സൂസന്ന. നിന്നെ മറന്നിട്ടല്ല. നീയും എന്റെ കൂടെ പോര്. നിന്നെ ഞാൻ ഇപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോഴൊന്നും മാത്രമല്ല, സണ്ണി സൂസന്നെ എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അന്നും ഇന്നും എന്നും ഞാൻ സൂസനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മോളുമായി എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാൻ സൂസന്ന. ഐ വോണ്ട് എ ലൈഫ്. സണ്ണി, നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? അങ്ങനെയൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എനിക്കെന്നല്ല, ഒരു ഭാര്യയ്ക്കും അമ്മയ്ക്കും കഴിയില്ല. സണ്ണി പ്ലീസ്, എന്റെയും എന്റെ കുഞ്ഞിന്റെയും എന്റെ രാജേട്ടന്റെയും ജീവിതം നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ശരി, നിന്റെയും നിന്റെ രാജേട്ടന്റെയും ജീവിതം ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. പക്ഷെ എന്റെ ജീവിതം നീയും നശിപ്പിക്കരുത്. എനിക്ക് എന്റെ കുഞ്ഞിനെങ്കിലും തിരിച്ചു കിട്ടണം. സണ്ണി, അല്ലെങ്കിൽ എനിക്ക് എല്ലാം രാജേട്ടനോട് തുറന്ന് പറയേണ്ടി വരും. ഞാൻ തുറന്നു പറയും. ഐ വാണ്ട് മൈ ചൈൽഡ്, മൈ ഓൺലി ചൈൽഡ്, മൈ വൺ ആൻഡ് ഓൺലി ചൈൽഡ് ഇൻ ദിസ് വേൾഡ്. ഞാൻ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചിട്ടും അയാളുടെ മനസ്സ് മാറിയില്ല. എനിക്ക് അവസാനം ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. മോളെ കൈമാറാമെന്ന് ഞാൻ സമ്മതിച്ചു. അതിനായി പൊന്മുടിയിലെ എൻ പോയിന്റിൽ പിറ്റേ ദിവസം കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ് അയാൾ പോയി. പക്ഷേ കൊണ്ടുവന്നില്ല. ഞാൻ അവസാനമായി അപേക്ഷിക്കുകയാണ്.
നിങ്ങൾ തിരിച്ചു പോണം. എനിക്കെന്റെ കുഞ്ഞിനെ പിരിയാൻ കഴിയില്ല. എങ്കിൽ നമുക്ക് നമ്മുടെ മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാം. നോ, എനിക്കെന്റെ രാജ്യത്തിനെയും പിരിയാൻ കഴിയില്ല. Then you are trying to cheat me. No. എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. ഒന്നുകിൽ എന്റെ കുഞ്ഞിനെ ഞാൻ അപഹരിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ എല്ലാം രാജേട്ടനോട് തുറന്നു പറഞ്ഞ് നിന്നെ മോളെയും കൂട്ടിക്കൊണ്ടു പോവുക. അതുമല്ലെങ്കിൽ ആത്മഹത്യ. അതിനുള്ള ധൈര്യം എനിക്കില്ലാഞ്ഞിട്ടല്ല. നഷ്ടപ്പെട്ടു പോയ എന്റെ മോളുടെ കൂടെ ജീവിച്ചെനിക്ക് കൊതി തീർന്നില്ല സൂസന്ന. എനിക്ക് ഇവളുടെ കൂടെ എങ്കിലും ഒന്ന് ജീവിക്കണം. എങ്കിൽ എനിക്ക് സണ്ണിയെ കൊല്ലേണ്ടി വരും. നോ, സൂസന്നയ്ക്ക് ഒരിക്കലും സണ്ണിയെ കൊല്ലാൻ കഴിയില്ല. ശരിയാണ്, പക്ഷേ എന്നെ കൊണ്ട് ആ പാപം ചെയ്യിക്കരുത് സണ്ണി. മാംസദാഹത്തിന്റെ കറപുരളാത്ത സ്നേഹം മാത്രം തന്നിട്ടുള്ള സണ്ണി, ഒരു ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന മുഴുവൻ സ്നേഹവും മനസ്സിന്റെ ഒരു കോണിൽ അടക്കിപ്പിടിച്ച് സൂസന്നയ്ക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി എല്ലാം ത്യജിച്ച് മാറി നിന്ന നിന്റെ സണ്ണി, മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിച്ചിട്ടും നിന്നെ ഒരു പൂജാപുഷ്പം പോലെ സ്വീകരിക്കാൻ തയ്യാറായ നിന്റെ സണ്ണി, എനിക്കുറപ്പുണ്ട് നിന്റെ ഉള്ളിന്റെ ഉള്ളിലെന്നും ഞാനും മോള് മാത്രമേ ഉള്ളൂന്ന്. മറ്റുള്ളതൊക്കെ ഒരു അഭിനയം മാത്രം. എന്റെ മനസ്സിൽ എന്റെ രാജ്യത്തിന് എന്റെ മോള് മാത്രമേ ഉള്ളൂ. ഉറപ്പാണോ? Then shoot me. നിന്റെ മനസ്സും നിന്നിൽ ജനിച്ച കുഞ്ഞിന്റെ കുതിർത്തവും നിഷേധിക്കപ്പെട്ട നിന്റേതല്ലാതായി തീർന്ന ഈ സണ്ണി പിന്നെ എന്തിന് ജീവിച്ചിരിക്കണം? ആർക്ക് വേണ്ടി ജീവിച്ചിരിക്കണം? Shoot me. Come on, shoot me. ഒരുമിക്കാൻ കഴിയാതെ പോയ നീയും ഞാനും നമ്മുടെ കുഞ്ഞും എന്നും ഈ ഹൃദയത്തിന്റെ സ്വപ്നമായിരുന്നു. സൂസന്ന, I loved you. സത്യത്തിൽ തോക്കിന്റെ കാഞ്ചി വലിച്ചത് സണ്ണിയുടെ വിരലുകളായിരുന്നെങ്കിലും സണ്ണിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കണമെന്ന് തന്നെ തോന്നി. കാരണം മനഃപൂർവ്വം അല്ലെങ്കിലും ഭർത്താവിനെ വഞ്ചിച്ച് ജീവിച്ച ഞാൻ ഇങ്ങനെയെങ്കിലും ഒരു ശിക്ഷ അർഹിക്കുന്നു. ഒരു പുരുഷനും പൊറുക്കാനാവാത്ത ഈ തെറ്റിന് ഞാൻ ക്ഷമ അർഹിക്കുന്നില്ല. പക്ഷേ എന്റെ ഹൃദയസ്പന്ദനങ്ങളിൽ ഇന്നും രാജേട്ടന് മൂളമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സ്മിതമുള്ള പൊന്നുപോലെ. ഹൃദയപൂർവ്വം, സൂസന്ന. Yes, Rajashekaran here. സൂസന്ന, 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 ഞാനാ രാജേട്ടൻ. ഒപ്പം നമ്മുടെ മോളുണ്ട്. എനിക്കെന്റെ സൂസന്നെ വേണം. ഐ വാണ്ട് യു. എന്റെ സൂസന്ന എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഐ വാണ്ട് യു ബാക്ക്. സൂസന്ന, 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 സൂസന്ന.